ഹായ് ഫ്രണ്ട്സ്, ഹ്യൂമൻ ഫോർ നേച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് തെക്കൻ കേരളത്തിൻ്റെ ആനകളുടെ തറവാടെന്നറിയപ്പെടുന്ന തടത്താവിളയിലാണ്. കേരളത്തിൻ്റെ തേജസ് ഉയർത്തിക്കാട്ടുന്ന പ്രമുഖരായ നാട്ടാനകളിൽ മുൻനിരയിൽ തന്നെ ഒരു ഗജവീരനുണ്ട്. ഗജരുദ്ര പ്രജാപതി തടത്താവിള സുരേഷ് എന്നാണ് അവൻ്റെ പേര്. ഈ കാണുന്നത് അവൻ്റെ തടത്താവിള തറവാടാണ്. ആനയുടെ ഉടമസ്ഥനായ വരുൺ ചേട്ടൻ്റെ മുത്തച്ഛൻ ഭാസ്കരൻ സാറാണ് 40 വർഷം മുന്നേ സുരേഷിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അവൻ്റെ പ്രായം 53 ഭൂതക്കുളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം, ഇഴമള്ള ദേവീ ക്ഷേത്രം, പള്ളിമൺ മഹാദേവ ക്ഷേത്രം തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിൽ 40 വർഷത്തിലേറെ സ്ഥിരമായി തിടമ്പേറ്റുന്നത് തടത്താവിള സുരേഷാണ്. അങ്ങനെ ഭൂതക്കുളം ദേശക്കാരുടെയും മാനസപുത്രൻ കൂടിയാണ് ഇവൻ. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഇവനുണ്ട്. ഈ അമ്പലത്തിലെ സ്വർണ്ണത്തിടമ്പേറ്റാനുള്ള ഭാഗ്യവും ഇവൻ ലഭിച്ചു. ഇവൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആനപ്രേമികൾ ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന തലപ്പൊക്കം തന്നെയാണ്. തലപ്പൊക്ക മത്സരങ്ങളിൽ മറ്റുള്ള ആനകളെ പോലെ തോട്ടിയോ വടിയോ ഒന്നും തന്നെ ഇവൻ്റെ മേൽ ഉപയോഗിക്കാറില്ല. തിടമ്പേറ്റി തലപ്പൊക്കത്തോടെ നിൽക്കുന്ന ഇവനെ കാണാൻ ഒരു പ്രത്യേക ആനച്ചന്തം തന്നെയാണ്. ഈ കാരണത്താൽ തന്നെ ഇവന് ഫാൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവുമില്ല. 18 നഖങ്ങളും അഴകാർന്ന കൊമ്പുകളും നിലത്തിഴയുന്ന തുമ്പിക്കൈയും കീറലുകളില്ലാത്ത ചെവിയും ഇവൻ്റെ അഴക് കൂട്ടുന്നു. ഇടതുകൊമ്പിനേക്കാൾ ഒരല്പം ഉയരത്തിലാണ് ഇവൻ്റെ വലതുകൊമ്പ്. ആനകൾക്കിടയിൽ അതൊരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈരാറ്റുപേട്ട അയ്യപ്പനും പാമ്പാടി രാജനുമൊക്കെ ഇവൻ്റെ സമപ്രായക്കാരാണ്. ഇവർ മൂവരും കോടനാട് ആനക്കൂട്ടിൽ നിന്നാണ് വന്നതെന്ന പ്രത്യേകതയും ഉണ്ട്. സുരേഷിൻ്റെ മതപ്പാട് സമയം മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. ഈ സമയത്തും പതിവ് പോലെ ശാന്ത സ്വഭാവക്കാരനാണ് ഇവൻ. ഈ സമയം മുഴുവനും സുഖചികിത്സയും ചിട്ടപ്രകാരം മരുന്നും കൊടുക്കുന്ന കാര്യത്തിൽ ഇവർ പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ട്. 2019 മുതൽ ഒന്നാം പാപ്പാൻ തിരുവനന്തപുരം സ്വദേശി ബിജുവാണ്. സുരേഷിൻ്റെ ആരോഗ്യവും സന്തോഷവും ഇവർക്ക് മുഖ്യമായതിനാൽ ക്ഷീണം വരുത്തുന്ന തരത്തിൽ ഇവനെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാറില്ല. ഓരോ പരിപാടിക്ക് ശേഷവും കൃത്യമായ വിശ്രമം സുരേഷിന് ഇവർ ഉറപ്പുവരുത്താറുണ്ട്. തെക്കിൻ്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവിൻ്റെ ഉയരത്തോട് കിടപിടിക്കാൻ പോകുന്ന ഉയരം തന്നെ നമ്മുടെ തടത്താവിള സുരേഷിനുണ്ട്. 10 അടിയോളം ഉയരമാണ് ഇവനുള്ളത്. അവൻ്റെ തറവാട്ടിൽ അവന് ചങ്ങലയുടെ ആവശ്യം വരുന്നില്ല. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചങ്ങലയുടെ ബന്ധനമില്ലാതെ ഇവൻ വിലസി നടക്കുന്നത്. അവലും മധുര പലഹാരങ്ങളുമാണ് ഇവൻ്റെ ഇഷ്ടഭക്ഷണം. തടത്താവിള തറവാട്ടിൽ ഒരു മകൻ്റെ സ്ഥാനമാണ് അവർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അവനുള്ളതാണ്. സുരേഷിൻ്റെ വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. ഓണറായ വരുൺ ചേട്ടൻ്റെ ഐഡിയയിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാട്ടാന ഓൺ ബോർഡ് എന്നുള്ള സൈനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ളവർ ഇവനെ എത്രമാത്രം സ്നേഹത്തോടെയാണ് നോക്കുന്നതെന്ന്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. ആ